ഹലോ ഗൈസ്, ഞങ്ങളിതേ പോകാൻ വേണ്ടി പോകുന്നത് ഇസ്കോൺ ടെമ്പിളാണ്. പോകാൻ നിന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. എല്ലാം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് തിയേറ്റർ, ആദ്യമായിട്ട് ഇസ്കോൺ ടെമ്പിൾ. സോ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സോ പോയി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. മെട്രോ എത്തിയപ്പോൾ എന്തായാലും വിചാരിച്ചു വാഷ്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. വാഷ്റൂമിൽ എത്തിയിട്ട് ഒന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൊപ്പിയും കണ്ണടയും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ സെറ്റുമെസ്സായിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കൊടയും പിടിച്ച് ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്ന് പറയൂ. ടാനാവും ടാൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബസ് സ്റ്റോപ്പ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പ് എത്തുന്നില്ല, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഓക്കെ, മെട്രോ വരുന്നതൊക്കെ 17-നാണ് ഞങ്ങൾക്ക് ബസ് ഉള്ളത്. 15 വരെ കണ്ടെത്തി, 17 എങ്ങോട്ടാണെന്ന് അറിയില്ല. നോക്കൂ, ഇവരൊക്കെ ചുമക്കുന്നു ഗൈസ്. നമ്മളൊക്കെ വെയിൽ കൊണ്ട് കറുത്ത് പണ്ടാരം ഇറങ്ങും. അപ്പോൾ എന്താ അല്ലേ. ഞങ്ങൾ ഫൈനലി മെട്രോ 17 10 മിനിറ്റ് ബസ് ഉണ്ട്. ഒന്നും കടുപ്പില്ല. എപ്പോഴെങ്കിലും ഞങ്ങൾ പുറത്ത് പോകുന്നതായിരിക്കും. വീണ്ടും വീഡിയോസും വ്ളോഗുമായിട്ടൊക്കെ വരുന്നത്. ഇവളാട് സൗമ്യ. അതെ ഗൈസ്, ഞങ്ങൾ ഫൈനലി ഞങ്ങളത് പോവാണ്. ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. അവരിതൊരു പയ്യൻ നോക്കുന്നുണ്ട്. ഇവളൊക്കെ തേങ്ങ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. ഇയാള് ഫ്രണ്ട്, ഞാൻ ഇവളുടെ കൂടെ വന്നതല്ല എൻ്റെ വേണ്ട. സോ ഒരു 10 മിനിറ്റ് ഞങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ നല്ലൊരു വെതറാണ് ഇന്നത്തെ. ഞാൻ വെറുതെ കോട്ടക്കിലിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല ചൂടുണ്ട്. കിട്ടി ചേച്ചിന് കഴിയുമ്പോഴേക്ക് ഹോണ്ട നമ്മുടെ ഷോറൂം, നാട്ടിലത്തെ ഹോണ്ട ഷോറൂം ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ട്. ആ പയ്യന്മാരാണ് കേട്ടോ ഞങ്ങൾ എന്ത് തേങ്ങ എന്ന് പറഞ്ഞ് നോക്കിയത്. ഫുൾ ടൈം വ്ളോഗിങ്ങാണ്. അറിയപ്പെടുന്ന യൂട്യൂബർ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വീട്. നോക്കൂ, നല്ല വീടല്ലേ. കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം. നോക്കൂ, സൈക്കിൾ ഓടിക്കുന്ന ഈ സ്റ്റോപ്പിൻ്റെ പേരാണ് ഒഷിയോദ്ലോവ സ്ട്രഫ 201. ഈ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങൾ പോണ്ടിച്ചേരി എത്തിയ വൈബ് അല്ലേ. അതെ ഗൈസ്, ഒരു പോണ്ടിച്ചേരി വൈബാണ് കാണുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണം, എങ്ങോട്ടാ വേണ്ട, റൈറ്റ് ഉള്ള എങ്ങോട്ടാ? അങ്ങോട്ട്? യു മീൻ നേരെ? ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങൾ നേരെ പോവുകയാണ് ഗൈസ്. അല്ല, വീട് തിരിച്ചിട്ടുണ്ട്. അല്ല ഗൈസ്, ഞങ്ങൾ നേരെ തന്നെ പോകും. ആർ യു ഷുഗർ? യെസ്, ഞങ്ങൾ നേരെ പോവുകയാണ്. എത്തിയാലെത്തി എന്ന് പറയാം. എന്താ പറയുക, ചുമ വരുന്നു. ഇനി അടുത്തത് ടെമ്പിളിലെത്തിട്ട് കാണാം. കുടത്തിന്റെ വില പറയടി കുടത്തിപ്പെണ്ണേ. ഇനി എന്നാവല്ലേ നാട്ടിലൊക്കെ പോവാ. പണ്ട് ഇങ്ങനത്തെ പ്ലെയിൻ കാണുമ്പോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പണ്ട് പ്ലെയിൻ, അയ്യോ എനിക്ക് പ്ലെയിനിൽ കയറണം. ഇപ്പൊ ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നത് കാണുമ്പോ ഉണ്ടല്ലോ. പക്ഷെ എന്നാ ഇനിയിപ്പോ നാട്ടിലേക്കൊക്കെ പോവാ. നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്തു. സിറ്റി ക്ലൈമറ്റ് ഗൈസ്, നല്ല സ്പ്രിങ്ങിന്റെ സ്റ്റാർട്ട്. അതെന്റെ ഫ്രണ്ട് കോംപ്ലിമെന്റ് എന്താണ്, ഈ മരപ്പട്ടിക്ക് പിക്ക് എടുക്കാൻ അറിയില്ല. പക്ഷെ ഗൈസ് വാട്ട് ടു ഡു, എനിക്ക് പിക്ക് എടുക്കാൻ അറിയില്ല. എന്ത് ചെയ്യാനാ? പക്ഷെ എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നല്ല പിക്ക് എടുത്ത് തരും. അവിടെ ഒരു കുളം എന്താ, ഹായ് കൊള്ളാല്ലേ. ഈ കുളത്തിലൊക്കെ ആരെങ്കിലും തല്ലിക്കൊന്നാ ഇട്ടാൽ പോലും അറിയില്ലല്ലേ. അല്ലേ, സത്യല്ലേ? ഞാൻ പോകും കേട്ടോ. ഞാനെന്റെ ജീവിതം കൊണ്ടുപോകും. ഞാൻ പിക്ക് എടുത്ത് തരാം. ഡക്കോ? ഏത്? എവിടെ? അയ്യോ, ചെമ്മരിയാട് ഗൈസ്. നോക്കൂ, ചെമ്മരിയാടല്ലേ ഇത്? ഡക്ക് നോക്കൂ ഗൈസ്, നോക്കൂ ചെമ്മരിയാട്.
ഷീപ്പ് അല്ലെങ്കിൽ ചെമ്മരിയാടെന്ന് പറയും. ഇതാരുടെ ഫാം ഹൗസ് ആണ് കേട്ടോ. സെറ്റ് സ്ഥലം കേട്ടോ. ഇതേ ഒരു താറാവ് കൊള്ളാല്ലേ. ഇത് കയറി കൊടുക്ക കണ്ടോ ഗൈസ്. മിയോദ് എന്ന് പറയുന്നത് മിയോദ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹണിയനാണ് കേട്ടോ പറയണേ. ആർക്കെങ്കിലും ഹണി വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. കോഴിയടി, അത് താറാവല്ല. താറാവ് ഇങ്ങനെ പോകും. അതേ കോഴിയുണ്ട് കേട്ടോ. ഫ്രണ്ട്സിന് ഞാനേ പിക്ക് കൊടുക്കാം. നല്ല ഫോട്ടോഗ്രാഫർ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് എടുക്കാം. ഏതാ റിഫ്ലക്ഷൻ ഞങ്ങളിലേക്ക് പോവാണ് ഗൈസ്. എങ്ങോട്ടേക്കാണെന്ന് ഒരു ലക്കിലേക്കാനും ഇല്ല. ബട്ട് എനിക്ക് ഇവിടുത്തെ വീടുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നടക്കട്ടെ. ഇൻഷാ അല്ലാ. നല്ല രസമുണ്ട്. നല്ല ഭംഗിയിലൊക്കെ. മാഷാ അല്ലാ. ഓക്കെ, നിനക്ക് അതൊക്കെ അറിയാല്ലേ? 10 മുസ്ലിം സ്കൂളിലാണ്. യെസ്. അപ്പൊ ഇൻഷാ അല്ലാ അതുപോലെ നടക്കട്ടെ. പിന്നെ അൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് ഇനി കല്യാണമാണ്. ഓൾ ദ ബെസ്റ്റ് എന്നാണ്. ബ്ലെസ്സിങ് ആണ്. ഓക്കെ. ഭയങ്കര ജ്ഞാനിയാ. കണ്ടൊരു ലുക്കില്ലാതെ നല്ല വിവരാ എന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങളിതുവരെ എത്തിയില്ല ഗൈസ്. ഇങ്ങനെ അന്വേഷിച്ച് പോവാണ്. എങ്ങോട്ടാണെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നമ്മുടെ സിറ്റി പോലെ വാർസോ പോലെ ലൈക്ക് വാർസോ തന്നെയാണ്. പക്ഷെ അത്ര ലൈക്ക് ഇതില്ലല്ലേ, സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഐ ലൈക്ക് ദ കാംനെസ്. സോറി, യാ ദർ ഈസ് നോ നോയിസ് പൊല്യൂഷൻ ഗൈസ്. ഈ ഇങ്ങനത്തെ ഏരിയസ് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് എന്നാണ് കാണിക്കണേ. ബട്ട് എത്തിയിട്ടില്ല. സെറ്റ് വ്യൂസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയ. വാക്കിങ്ങിനൊക്കെ വരാൻ വേണ്ടി ഭയങ്കര സെറ്റ് സ്ഥലം അല്ലേ. നടക്കാനൊക്കെ വരുന്നുണ്ട്. അടിപൊളി സ്ഥലം. ഒരു പക്ഷേ ആളും ഇല്ല. പക്ഷെ ഒറ്റയൊക്കെ വന്നാൽ നമുക്ക് പേടിയാവും തോന്നണം അല്ലേ, കുറച്ചൊരു ഇരുട്ടി കഴിയുമ്പോൾ. പക്ഷേ സോ ഗുഡ്. അങ്ങനെ ഫൈനലി ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നോക്കൂ, ഹരേ കൃഷ്ണ കണ്ടോ, നോക്കൂ ഹരേ കൃഷ്ണ കണ്ടോ, ഹരേ കൃഷ്ണ. ഫൈനൽ ഞങ്ങളെത്തി. ഞാൻ കാണിച്ചു തരാം അകത്തോട്ട് എങ്ങനെയാണെന്ന്. നമ്മൾ കാണുമ്പോൾ ഒരു വീട് പോലെ തന്നെ അട്ടോ തോന്നണേ. വീട്ടിനകത്തോട്ട് കയറുന്ന പോലെ തന്നെ ഫീൽ ചെയ്യണത്. പക്ഷെ ഇത് ഏതാണ് ടെമ്പിൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ നേരെ കാണുന്ന ഇത് തന്നെയാണെന്ന്. ഏതൊക്കെ ചുരിദാറിട്ടൊരു ചേച്ചി. എന്തൊക്കെയല്ലേ നമ്മുടെ കൾച്ചർ ഇഷ്ടപ്പെടുന്ന എന്തോരം ആൾക്കാരാണല്ലേ. അത് തന്നെ ആയിരിക്കും എൻട്രൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. പോയി നോക്കണ്ടായി. പൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈസ് ആംബിയൻസ്. ഹനുമാൻജിയാണോ? ഗരുഡ. ഇവിടെ വരുമ്പോൾ തന്നെ ഗരുഡയുടെ ഒരു സ്കൾപ്ചർ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സോ ഇത് എൻ്റെ ഫ്രണ്ട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഏതാണ് എൻട്രൻസ് എന്നുള്ളത്. സോ ഇത് ഓപ്പൺ എന്നാണ് പറയുന്നത്. എന്തായാലും അകത്ത് കയറട്ടെ.
അതേ പിടിച്ച് എന്താണ് എന്താ പറയാനുള്ള അതോടെ നെക്ലസ് അതെന്താന്ന് വെച്ചാല് നല്ല എടുക്കും. സ്വർണ്ണമല്ലല്ലേ അത് ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളടുത്ത് ഭക്തി ഉണ്ട്, പക്ഷെ ഇത് എനിക്കെന്തോ കുറച്ച് കൂടുതലായിട്ട് തോന്നി. എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ വേറെ നമ്മുടെ ഭാരതീയരും ഉണ്ട് കേട്ടോ, ഇന്ത്യൻസ് ഉണ്ട്. പക്ഷെ ഭക്തി കുറച്ച് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഭക്തി അല്ലേ. മേ ബി എന്തറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡായിട്ട് എനിക്ക് തോന്നി, കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഞാൻ ദൈവത്തിന് ഒരിക്കലും ഇതായിട്ട് പറയണതല്ല കേട്ടോ, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഞങ്ങളൊരു 1.5 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നത്, പക്ഷെ ഭജന തീരുന്നില്ല. ഭജനയാണ് എന്താണെന്ന് അവർ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ ബേസിൽ ഡാൻസ് കളിക്കണല്ലേ? ആൻഡ് എനിക്ക് തോന്നിയത് അവർ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്ന അവർ ഡാൻസ് സ്റ്റെപ്പില്ല, ആ ഒരു ഭക്തിയുടെ ഒരു മെയിൻ സംഭവമല്ല മെയിൻലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്തെന്നാലും കൃഷ്ണൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കണ്ടത്. നമ്മുടെ ആൻറ്റിയും മാധവനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല നിർബന്ധം ഉണ്ടായിരുന്നു കുഞ്ഞ് ഇത്രയും ആൾക്കാരെ കണ്ടിട്ടാണ്, സ്പെഷ്യലി ഞങ്ങൾ കണ്ടിട്ടാണ് കൊച്ചു കരച്ചിൽ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. ശേഷം ഞങ്ങളതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആദ്യം തന്നെ റെഡ് കളർ ഒരു വെള്ളമാണ് കേട്ടോ തന്നത്. ജസ്റ്റ് സിപ്പ് ചെയ്ത് കുടിച്ചപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു കട്ടൻ ചായയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്ത് വെള്ളമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ശേഷം എന്താ പറയുക, കുറച്ച് ബസ്മതി റൈസ് സെർവ് ചെയ്തു. പിന്നെ ഒരു പാലക് ദാൽ, നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂരി, പിന്നെ പനീറിൻ്റെ ഒരു അവിയൽ പോലത്തെ ഒരു സംഭവം. പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ അന്നദാനം കഴിച്ച ഫീലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ബർഫി ഡെസേർട്ടിനായിട്ട്. ശേഷം എൻ്റെ ഫ്രണ്ട് ഒരു ചന്ദനത്തിരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിരിക്കുകയാണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം, കുറേ ചന്ദനത്തിരി, വിളക്കുതിരി കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കുഞ്ഞു സ്റ്റോർ. ഞങ്ങൾ ഈ ഒരു 2 മണിക്കൂർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ പോവേണ്ടേ? റൈറ്റ് ഓർ ലെഫ്റ്റ്? അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സ്ട്രോബെറി നല്ല ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറി ആയതുകൊണ്ട് വാങ്ങിക്കാം എന്ന് പോയപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു റെഡി ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ബ്ലിക്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വാങ്ങിക്കാണ്ട് തിരിച്ച് പോവുകയാണ്. 4-5 കസ്റ്റമറിനെ പുള്ളിക്കാരിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ, ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഫൈനൽ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോ പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇനി അടുത്തൊരു അമ്പലമായിട്ട് അടുത്തൊരു ഭജന ടീമുമായിട്ട് വരും. ഹരികൃഷ്ണ. ഞങ്ങൾ ദൈവത്തെ കളിയാക്കുന്നതല്ല ഗൈസ്, പക്ഷേ എന്തൊക്കെ അറിഞ്ഞൂടാത്ത ആൾക്കാർ എന്തൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ വേണ്ട ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡും കൊള്ളായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളത് മെട്രോ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നോക്കൂ ഗൈസ്, ദിസ് ഈസ് എ മെട്രോ. മെട്രോ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.